മോശയ്ക്ക് വിരോധമായി സംസാരിച്ച മോശയ്ക്ക് വിരോധമായി പേശിന കോരഹിന്റെ പുത്രന്മാരെ കോരാഹിൻ പുത്രരെ വായ് പിളർന്ന് ഭൂമി വിഴുങ്ങിയതുപോലെ വാயை പിളർന്ന് ഭൂമി വിഴുങ്ങിയതുപോലെ യോശുവയ്ക്ക് വിരോധമായി യോശുവയ്ക്ക് വിരോധമായി എഴുന്നേറ്റ് നിന്ന യെരികോ മതിലിനെ എഴുந்து നിன்ற எரிகோ சுவரை ഭൂമി പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു. ഭൂമി പിളർന്നു വിഴുങ്ങി വിട്ടത്. വിശ്വസിക്കുന്നവർ കരമടിച്ചു പറ. വിശ്വാസിക്കുന്നവർ കൈയതട്ടി சொல்லுங்க. നിനക്ക് വിരോധമായി നിൽക്കുന്നത് ഒരു ഗ്രൂപ്പ് ആണെങ്കിലും, ഉനക്ക് വിരോധമായി നിൽക്കുന്നത് ഒരു பெரிய കുழுவானாலும், ഒരു ഗ്രൂപ്പ് ആണെങ്കിലും, ഒരു കുழுவானாலும், ഒരു സഖ്യമാണെങ്കിലും, ഒരു ആമേ பெரிய എണ്ണിക്കയായി இருந்தாலும், സൈന്യമാണെങ്കിലും, സേനയാണെങ്കിലും, ഒരു മതിലാണെങ്കിലും, ഒരു സുവരാണെങ്കിലും, ദൈവം റിമോട്ട് ഓൺ ചെയ്യുമ്പോൾ, ദേവൻ റിമോട്ടை ഓൺ பண்ணும்போது ഭൂമി വായ തുറക്കും. ഭൂമി വാயை പിളർക്കും. നിനക്കെതിരെ നിൽക്കുന്ന സകലതും പപ്പടം പൊടിയുന്നത് പോലെ ദൈവം പൊടിച്ചടുക്കി കളയാൻ പോകും. உனக்கு எதிராக நின்று கொண்டிருக்கிற சகலரையும் கர்த்தர் அப்பளத்தை உடைக்கிறது மாதிரி உடைக்க போகிறார். ഏത് ഗോത്രം നിനക്കെതിരെ നിന്നാലും, எந்த கோத்திரத்தினர் உனக்கு விரோதமாய் நின்றாலும், ഏത് സൈന്യം നിനക്കെതിരെ വന്നാലും, எந்த சேனை உனக்கு விரோதமாய் வந்தாலும், ഏത് ബലം നിനക്കെതിരെ വന്നാലും, எந்த பலம் உனக்கு விரோதமாய் வந்தாலும், ജോഷുവയോട് പറഞ്ഞു, யோசுவாவை பார்த்து சொன்னார், ഒരുത്തനും ഉറച്ചു നിൽക്കത്തില്ല. ஒருவனும் உனக்கு முன்பதாய் நிற்க முடியாது. ഉറച്ചു നിൽക്കത്തില്ല. உனக்கு முன்பதாய் நிற்க முடியாது. നിന്റെ അനുഗ്രഹം കാണുമ്പോഴാണ് ശത്രു മിണ്ടാതിരിക്കുന്നത്. உங்க ஆசீர்வாதத்தை பார்க்கும்போது தான் சத்துரு வாயை மூடிட்டு உட்கார்ந்து இருக்கிறான். നമ്മള് ஆனா நாம் എത്രത്തോളം ദാരിദ്ര്യം പ്രദർശിപ്പിക്കാൻ പറ്റൂ, எவ்வளவு தூரம் தரித்திர நிலைமையை வெளிப்படுத்த முடியுமோ അത്രയും ദാരിദ്ര്യം വെളിപ്പെടുത്തും. அவ்வளவாய் தரித்திர ஒன்றுமில்லாத வறுமையை காட்டுவோம். സഭയിൽ കടന്നു വരുമ്പോ சபையில் வரும்போது ഏറ്റവും വിലപിടിപ്പുള്ള ഡ്രസ് ഇട്ടിട്ട് വരണം. மிகவும் விலை மதிக்கக்கூடிய Dress போட்டுட்டு நீங்க வரணும். പ്രൈസ് ദി ലോർഡ്. ஆமென். ഓഫറിൽ കിട്ടിയ 150 രൂപയുടെ ചുരിദാർ ഇട്ടുകൊണ്ട് വരരുത്. ஆஃபர்ல கிடைத்ததான 150 ரூபாய் மதிப்புள்ள சுடிதாரை போட்டுட்டு வர கூடாது. ഫുട്പാത്തിൽ നിന്ന് വാങ്ങിയ സാരി ഉടുത്തോണ്ട് വരരുത്. ஃபுட்பாத்ல விக்கிற அந்த புடவையை வாங்கிட்டு அத கட்டிக்கிட்டு நம்ம சபைக்கு வர கூடாது. കല്യാണത്തിന് നീ വാങ്ങി വെച്ചിരിക്കുന്ന സാരി കെട്ടിക്കൊണ്ട് ആരാധനയ്ക്ക് വരണം. கல்யாணத்துக்கு போவதற்காக நீங்க வாங்கி வச்சிருக்கிற புடவையை கட்டிக்கிட்டு சபைக்கு வாங்க. ഹല്ലേലൂയ. ஹalleluya. പ്രൈസ് ദി ലോർഡ്. ஆமென். നീ പോകുന്ന ഇടം ദൈവ സാന്നിധ്യം ഇരിക്കുന്ന സ്ഥലം. நீங்க போகிற இடம் தேவ பிரசன்னம் நிறைந்திருக்கிற இடம். അടുത്തിരിക്കുന്നവരെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞേ, பக்கத்துல உள்ளவங்க கையை பிடிச்சு சொல்லுங்க, കല്യാണ മണ്ഡപത്തിനെ അല്ല നീ ബഹുമാനിക്കേണ്ടത്, கல்யாண மண்டபத்துல நீங்க கனம் பண்ண கூடாது, ദൈവത്തിന്റെ ആലയത്തെ ബഹുമാനിക്കണം. தேவ ஆலயத்தை நீங்கள் கனம் பண்ண வேண்டும். ദൈവത്തിന്റെ ആലയത്തിൽ വിലയേറിയ വസ്ത്രം ധരിക്കണം. தேவ ஆலயத்தில் விலை மதிப்புள்ள Dress போடணும். അത് വൈറ്റ് ആണെങ്കിലും റെഡ് ആണെങ്കിലും നീലയാണെങ്കിലും പച്ചയാണെങ്കിലും ഏറ്റവും വിലയുള്ളത് വാങ്ങണം. மிகவும் விலை மதிக்கக்கூடியதை வாங்கணும். ഫസ്റ്റ് പ്രയോറിറ്റി ചർച്ചിന് കൊടുക്കുക. சபைக்கு முதல் முக்கியத்துவத்தை கொடுத்து பாருங்க. എന്റെ അമ്മ ഇന്ന് എന്റെ കൂടെ ഇല്ല, என் தாயார் இன்றைக்கு என்னோட கூட இல்ல, എനിക്ക് അപ്പനും ഇല്ല, எனக்கு தகப்பனும் இல்ல. ഹല്ലേലൂയ. ஹalleluya. എന്റെ അപ്പനും അമ്മ എല്ലാം കർത്താവാണ്. என் அப்பா அம்மா எல்லாமே கர்த்தர் தான். I am not orphan. நான் திக்கற்ற அனாதை அல்ல. I have everlasting father. எனக்கு நிரந்தர தகப்பன் உண்டு. ഹല്ലേലൂയ. ஹalleluya.